ചിത്രങ്ങൾക്ക് എന്നല്ല ഒബ്ജക്റ്റുകൾക്കും ഒരു സ്ക്യൂയിങ് ഇഫക്റ്റ്, അതായത് അതിന്റെ സൈഡ് ചെരിച്ചു കൊടുക്കുന്ന ഒരു പെർസ്പെക്റ്റീവ് ഇഫക്റ്റ് ലഭിക്കുന്നതിന് ഉപയോഗിക്കുന്ന ടൂളാണ് ഈ കാണുന്ന ഷിയർ ടൂൾ എന്ന് പറയുന്നത്. ഒരു സ്ക്യൂ ഇഫക്റ്റ് ടൂൾ സെലക്ട് ചെയ്തതിനു ശേഷം, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തതിനു ശേഷം, ഇപ്പൊ ഇതിന്റെ പിവോട്ട് കിടക്കുന്നത് ഇവിടെ എന്താ പറയുക, സെൻട്രലാണ്. പിവോട്ട് വളരെ പ്രധാനമാണ് ഇതിന്റെ ഇതിൽ. അപ്പോൾ പിവോട്ട് പലയിടത്തായിട്ട് മാറ്റി വെച്ചുകൊണ്ട് വെറുതെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിവോട്ട് മാറുന്നതാണ്. മാറ്റി വെച്ചുകൊണ്ട് തന്നെ പരീക്ഷണങ്ങൾ നടത്താവുന്നതാണ്. ഇവിടെ വെച്ചിട്ട് കണ്ടോ, ഇതുപോലെയുള്ള ചിത്രങ്ങൾക്ക് ഒരു സ്ക്യൂ ഇഫക്റ്റ്, ഒരു ഡിഫറെന്റ് ഒരു പെർസ്പെക്റ്റീവിലേക്ക് മാറി വരുന്ന തരത്തിലുള്ള ഒരു ഇഫക്റ്റ് ലഭിക്കുന്നതാണ്. കണ്ടോ, ഇതുപോലെയുള്ള ഇഫക്റ്റ് ലഭിക്കുന്നതിനാണ് നമ്മൾ സ്ക്യൂ ഉപയോഗിക്കുന്നത്. ഒരു 3D ഇഫക്റ്റ് നമുക്ക് പോലുള്ള ഒരു സംഗതി ലഭിക്കാനായിട്ട് സാധിക്കും. ഒബ്ജക്റ്റുകൾക്കും ഇതുപോലെ അപ്ലൈ ചെയ്ത് നോക്കാം. മാത്രമല്ല ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്ന എന്താ പറയുക, ഷിയർ എന്നുള്ള ഡയലോഗിലൂടെ ഇതിന്റെ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ആയിട്ടുള്ള അതുപോലെ തന്നെ അതിന്റെ ആംഗിൾ വ്യത്യാസപ്പെടുത്തിക്കൊണ്ടൊക്കെ നമുക്ക് ഇപ്പോൾ നിൽക്കുന്നതിന്റെ ആംഗിൾ ഇത്രയാണ്. അതുപോലെ തന്നെ ഇത് പ്രിവ്യൂവിൽ നിർത്തിക്കൊണ്ട് ഇതിലെ ഏരോ കീസ് അപ്പേര് ഡൗൺ ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനെങ്ങനെ വളരെ രസകരമായിട്ട് ഇങ്ങനെ തിരിച്ചിട്ടൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ നിർത്താം. ഇവിടെ അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ എന്നുള്ളത് കൊടുക്കുക, വെർട്ടിക്കൽ എന്നുള്ളത് കൊടുക്കുക, ഇത് കൊടുക്കുക. ആംഗിളിൽ നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഏരോ കീ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ പല രീതിയിലായിട്ട് തിരിച്ച് കാണാനും ഡിസൈനിലേക്ക് ഉൾപ്പെടുത്താനെല്ലാം സാധിക്കും. ഇത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം ഉണ്ടാവുള്ളൂ. കോപ്പി കൊടുത്തു കഴിഞ്ഞാൽ ഒറിജിനൽ അവിടെ നിർത്തി ഒരു കോപ്പി നമുക്ക് എക്സ്ട്രാ ലഭിക്കുന്നതാണ്. നമ്മൾ തുടങ്ങിയത് ഇവിടെ നിന്നാണ്, അതിന്റെ കോപ്പി. പാത്തുകളുടെ നോഡുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഷേപ്പിന് വരുത്തുന്ന മാറ്റം നമ്മൾ സ്വീകരിക്കുന്നതിനാണ് ഈ ടൂൾ ഉപയോഗിക്കുന്നത്. ഈ ടൂളിന്റെ പേര് റീഷേപ്പ് ടൂൾ എന്നുള്ള. ടൂൾ സെലക്ട് ചെയ്തതിനു ശേഷം ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക, നോഡ് സെലക്ട് ചെയ്തതിനു ശേഷം ആവശ്യമായ രീതിയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ കൊണ്ടുവരാവുന്നതാണ്. കേട്ടോ, അതിന്റെ ആ ഷേപ്പിൽ വരുന്ന മാറ്റം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുണ്ടെങ്കിൽ ഇതിന്റെ മൊത്തം ഹോൾ ഒബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഇതാണെങ്കിൽ നമ്മൾ നോഡ് ഒരെണ്ണം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെഗ്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സെഗ്മെന്റ് സെലക്ഷനാണ് നിൽക്കുന്നത്. എന്നാൽ റീഷേപ്പ് ടൂൾ കൊണ്ട് ആ ഷേപ്പിന്റെ മൊത്തത്തിലുള്ള ഇതിനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഇവിടെ ഒബ്ജക്റ്റുകൾ, ഇത്രയും ഒബ്ജക്റ്റുകൾ ഞാൻ സെലക്ട് ചെയ്ത് ഇത്രയും സെലക്ട് ചെയ്തതിനു ശേഷം റീഷേപ്പ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഒരിടത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഇതിനെ റീഷേപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ റീഷേപ്പ് ചെയ്ത് കിട്ടും. ഇങ്ങനെ റീഷേപ്പ് ചെയ്യുന്ന അവസരത്തിൽ നമ്മൾ ആൾട്ട് കീ പിടിച്ചു കഴിഞ്ഞാൽ ഒറിജിനൽ അവിടെ നിർത്തിക്കൊണ്ട് ഒരു കോപ്പി നമുക്ക് ലഭിക്കുന്നതാണ്. കണ്ടോ, സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആൾട്ട് പിടിച്ചുകൊണ്ട് വരയ്ക്കും. അപ്പൊ നമുക്ക് അതിന്റെ ഒരു കോപ്പി ലഭിക്കുന്നതാണ്. ഇലസ്ട്രേറ്ററിൽ ഒരു ഒബ്ജക്റ്റിനെ ആനുപാതികമായി വലുതാക്കുന്നതിനും ചെറുതാക്കുന്നതിനും ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് സ്കെയിലിംഗ് ടൂൾ. സ്കെയിലിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ആനുപാതികമായി വലുപ്പം വരുത്തുകയും ചെറുതാക്കുകയും ചെയ്യുക എന്നതാണ്. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, അതിനുശേഷം ടൂൾ സെലക്ട് ചെയ്യുക. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം. അതായത് ടൂൾ സെലക്ട് ചെയ്തതിനു ശേഷം ഒബ്ജക്റ്റ് സെലക്ട് ചെയ്താലും മതി. അതിനുശേഷം ഇവിടെ ഇതിന്റെ പിവോട്ട് സെന്ററിലാണെന്ന് ഉറപ്പുവരുത്തുക. ഇപ്പോൾ സെന്ററിലാണുള്ളത്. അപ്പോൾ സെന്റർ ബേസ് ചെയ്തിട്ടായിരിക്കും സ്കെയിലിംഗ് നടക്കുന്നത്. അതിനുശേഷം ഏതെങ്കിലും ഒരു പോയിന്റ് ബേസ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് വലിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒബ്ജക്റ്റ് വലുതാവുകയും ചെറുതാവുകയും ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ഇതിന്റെ പോയിന്റ് എവിടെയെങ്കിലും ബേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിന്റ് ബേസ് ചെയ്തിട്ടായിരിക്കും ഇതിന്റെ സ്കെയിലിംഗ് നടക്കുക എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ സെലക്ട് ചെയ്തതിനു ശേഷം ഇതിന്റെ സെന്റർ പോയിന്റിൽ സെലക്ട് ചെയ്തതിനു ശേഷം ആൾട്ട് പിടിച്ചുകൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ എന്താ പറയുക ഡയലോഗ് ബോക്സ് ലഭിക്കുന്നതാണ്. ഇതില് ഇപ്പോൾ ബൈ ഡിഫോൾട്ട് ആയിട്ട് നോൺ യൂണിഫോം സ്കെയിലിംഗ് ആണ് നടക്കുന്നത്. നമുക്ക് യൂണിഫോം സ്കെയിലിംഗ് ആണ് നടക്കേണ്ടതെങ്കിൽ, യൂണിഫോം സ്കെയിലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അനുപാതം, ഒരു റേഷ്യോ ബേസ് ചെയ്തുകൊണ്ട്, ഒരു അനുപാതത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള വലുതാകലും ചെറുതാകലുമാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇതിന്റെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റിനെ 100% എന്ന് എടുത്തു കഴിഞ്ഞാൽ
അതിനെ അതിന്റെ 10% കണ്ട് ഇരട്ടിയാക്കാനായിട്ട് 110 എന്ന് കൊടുക്കാം. അതിനുശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിലുള്ള ഒബ്ജക്റ്റിന്റെ 10% കണ്ട് അത് വർദ്ധിച്ചതായിട്ട് വരും. ഇരട്ടി വേണമെങ്കിൽ 200 എന്ന് കൊടുത്തിട്ട് ഇരട്ടിക്കാം. അതേസമയം പകുതിയാക്കണമെങ്കിൽ, അതായത് അതിന്റെ ആനുപാതികത മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പകുതിയാക്കാനായിട്ട് 50% എന്ന് കൊടുത്തിട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ട്രാൻസ്ഫോം ബട്ടണിലും സ്കെയിൽ എന്നുള്ള ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. യൂണിഫോം സ്കെയിലിൽ, നോൺ യൂണിഫോം സ്കെയിലിൽ ഹൊറിസോണ്ടൽ ആയിട്ട് എത്ര ശതമാനം വരണം, വെർട്ടിക്കൽ ആയിട്ട് എത്ര ശതമാനം വരണം എന്ന് കൃത്യമായിട്ട് കൊടുക്കാനും അതുപോലെ തന്നെ അതിന് ആ നിലയ്ക്ക് ഇതിന്റെ അനുപാതങ്ങളെ വ്യത്യാസപ്പെടുത്തി സ്വീകരിക്കാനും സാധിക്കും. ഇനി ഇത് ഒബ്ജക്റ്റിന്റെ മൊത്തത്തിലുള്ള അതിനെയാണ് ബാധിക്കുന്നത്. എന്നാൽ അതിന്റെ സ്കെയിലിംഗ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പാറ്റേണുകളെ അല്ലെങ്കിൽ ഇഫക്റ്റുകളെ ബാധിക്കണം എന്നുണ്ടെങ്കിൽ, അതിനനുസരിച്ചിട്ട് വലുതാവണം എന്നുണ്ടെങ്കിൽ സ്കെയിൽ സ്ട്രോക്സ് ആൻഡ് ഇഫക്ട്സ് എന്നുള്ളത് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൊടുക്കുക. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഇഫക്റ്റുകൾ അല്ലെങ്കിൽ എന്താ പറയുക, ഇഫക്റ്റുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മൾ വിൻഡോയിൽ എന്താ പറയുക ഗ്രാഫിക് സ്റ്റൈൽസ് എല്ലാം മറ്റെല്ലാം അപ്ലൈ ചെയ്തിരിക്കുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥയാണ് ഈ ഇഫക്റ്റുകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്ന ഒരുപാട് ഇഫക്റ്റുകൾ ഉണ്ട്. അതായത് ഇഫക്ട്സിൽ നമ്മൾ ഇഫക്ട്സ് പഠിക്കുമ്പോൾ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതിൽ ഒരുപാട് ഇഫക്റ്റുകൾ ഉണ്ട്. ആ ഇഫക്റ്റുകളെ കൂടി നമുക്ക് ഈ സ്കെയിലിങ്ങിന്റെ ഇതിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് സ്കെയിലിംഗ് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. കണ്ടോ? റൈറ്റ് ക്ലിക്ക് ചെയ്യാൻ, ട്രാൻസ്ഫോമിൽ സ്കെയിൽ. ഇത് ഒരുപാട് ഒബ്ജക്റ്റുകളുള്ള ഇതായ കാരണമാണ് ഇത്രയും സമയം എടുക്കുന്നത്. അതിനുശേഷം ഇവിടെ നമുക്ക് സ്കെയിലിംഗ് ഓപ്ഷനിൽ ഇതിൽ ചെക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടമാനം ഒബ്ജക്റ്റുകൾ ഉള്ള കാരണം കുറച്ച് സമയം എടുത്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് ആ സമയം കൂടുകയും കുറയുകയും ചെയ്യുക. ക്ഷമാപൂർവ്വം കാത്തിരിക്കുക. ഇനി ഇത് നമുക്ക് ആവശ്യമായ രീതിയിൽ ഇവിടെ വർക്കൗട്ട് ചെയ്ത് നോക്കാം. 110 എന്നുള്ളത് 200 കൊടുക്കാം. പത്ത് $150 കൊടുത്തു. ഓക്കെ കൊടുത്തു. ഒബ്ജക്റ്റിനോടൊപ്പം തന്നെ ഒബ്ജക്റ്റിലെ കണ്ടന്റ് ആയിട്ടുള്ള ഇഫക്റ്റും അതിന്റെ സൈസിൽ വ്യത്യാസം വരുത്തിയിരിക്കുന്നത് വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, നോക്കുക. അതുപോലെ തന്നെ പാറ്റേണുകൾ, എന്തെങ്കിലും പാറ്റേണുകളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാറ്റേണുകൾ ഒബ്ജക്റ്റ് വലുതാക്കുന്നതിനനുസരിച്ചിട്ടുള്ള വലുപ്പം, അതിന്റെ ആനുപാതികമായ വലുപ്പം അതിൽ ഫില്ല് ചെയ്തിരിക്കുന്ന പാറ്റേണുകൾക്കും സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഈ പാറ്റേൺ എന്നുള്ള ബട്ടൺ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആ പരീക്ഷണം തുടരുക.